ഹായ് ഗായ്സ്, വെൽക്കം ടു സനി തോട്ട്സ്. മോഹൻലാൽ സത്യനന്ദിക്കാട് കോംബോയുടെ ഹൃദയപൂർവ്വം ഓണത്തിലെ ആദ്യ റിലീസ് ഇന്ന് റിലീസായിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഓണത്തിലെ സെക്കൻഡ് റിലീസായിട്ടുള്ള ലോകയും റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹൃദയപൂർവ്വത്തിൻ്റെ റിവ്യൂ ആണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഹൃദയപൂർവ്വത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളൊരു ഫോർമുല, അതായത് ഒരു ഫീൽ ഗുഡ് മൂവിയുടെ എല്ലാ ഫോർമുലയും അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ എടുത്തിട്ടുള്ള ചിത്രമാണ് ഹൃദയപൂർവ്വം. വളരെ സോഫ്റ്റായിട്ട് തുടങ്ങി സോഫ്റ്റായിട്ട് പോയി നല്ലൊരു എൻഡിങ്ങോടുകൂടി തീരുന്ന ഒരു ഫീൽ ഗുഡ് പടമാണ്. അത്തരം സിനിമകൾക്കൊരു പ്രത്യേക ഫാൻ ബേസും ഉണ്ട്. ഞാൻ അത്തരം സിനിമകളെ വളരെയധികം സപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഈ ബിസി ഷെഡ്യൂളുള്ള ലൈഫിൽ ഇത്തരം സിനിമകൾ സത്യം പറഞ്ഞാൽ നമുക്കൊരു ആശ്വാസമാണ്. കാരണം നമ്മൾ കുറേ ടെൻഷൻ അടിച്ച് ജീവിക്കുന്ന ഈ ജീവിതത്തിനിടയിൽ നമ്മൾ തിയേറ്ററിലും പോയി ടെൻഷൻ അടിക്കുന്ന അത്തരം സിനിമകൾ വേണ്ട എന്നല്ല, എന്നാൽ ഇത്തരം ഫീൽ ഗുഡ് സിനിമകൾക്ക് ഒരു പ്രത്യേക അഭിനന്ദനം കൊടുത്തേ പറ്റുള്ളൂ. കാരണം അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നും, വി ഹാവ് സീൻ സംതിങ് ഗുഡ് എന്ന് തോന്നുന്ന ഒരു ഫീലില്ലേ, അത് വളരെയധികം തരുന്ന, ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാവുന്ന ചിത്രം തന്നെയാണ് ഹൃദയപൂർവ്വം. I love Malayalam film industry. Very sensible. But my girlfriend, she's totally Bollywood style. Okay. You saw this stuff? I'm doing just for her. But I love Fafa, man. Papa? Fahad Fasil. Oh. Avesham, Kumbalungi Nights. What a performance. Ice drama. Kadak. But we have good senior actors also. No. Only Fafa. Only Fafa? Yes. പിന്നെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ ആസ് യൂഷ്വൽ ലാലേട്ടൻ സ്റ്റീൽ ദ ഷോ. പുള്ളി നല്ല സുന്ദരനായിട്ടുണ്ട്, കുറച്ചും കൂടി യങ് ആയിട്ടുണ്ട്. മുമ്പ് നമ്മൾ കണ്ടതിനേക്കാൾ കുറച്ചുകൂടി ചുള്ളനായിട്ടുണ്ട്. മോഹൻലാലിനോടൊപ്പം തന്നെ സന്ദീപ് പ്രതാപ് നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അത്യാവശ്യം കോമഡി കാര്യങ്ങളൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ സിദ്ദീഖ് വളരെ രസമായിട്ടുണ്ട്. മറ്റ് കഥാപാത്രങ്ങളും നന്നായിട്ടുണ്ട്. പിന്നെ ഫീമെയിൽ ലീഡിൽ വന്നിട്ടുള്ള മാളവിക മേനോനാണ്. മാളവിക മേനോനും നന്നായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സംഗീത ചിന്താവിഷ്ട ശ്യാമളയിലെ സംഗീത ആളും ഉള്ള റോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രകടനങ്ങളിലൊന്നും വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. പിന്നെ ഒരു ടെക്നിക്കൽ സൈഡിനെ കുറിച്ച് പറയാൻ മാത്രമുള്ളൊരു വലിയ ബ്രില്യൻ സ്റ്റോറിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഇതിലില്ല. അതെല്ലാം വളരെ നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട്. പിന്നെ ഒരു സത്യനന്ദിക്കാട് ടച്ച് ഉണ്ടല്ലോ, അതും ഇതിൽ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഇതിൽ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നല്ലൊരു ഫീൽ ഗുഡ് പടങ്ങൾ നോക്കുന്ന ഒരാളാണെങ്കിൽ, ലൈഫിലെ സ്ട്രെസ്സൊക്കെ ഒന്ന് മാറ്റി വെച്ച് കുറച്ച് നേരം ചിരിക്കാനും ചിന്തിക്കാനും മനസ്സ് നിറഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ദിസ് വൺ ഈസ് ഫോർ യു.